ആ മോള് ചിറ്റപ്പനെ മറന്നോ? ഇപ്പൊ വണ്ടി വരും. ദേ ജീപ്പിന്റെ ഒച്ച കേട്ടോ. ആ അതെ വന്നു. വാ. ജി സാബ്. ആ ചിറ്റപ്പനെ പോന്നു. ഞാനിപ്പോ വന്നേ ഉള്ളൂ. ഹായ്. നാട്ടിലെന്തൊക്കെയുണ്ട് വിശേഷം? നാട്ടില് വിശേഷമൊന്നുമില്ല, പക്ഷേ വിശേഷമുണ്ട്. ബാംഗ്ലൂരില് ഞാൻ വെറുതെ ബാംഗ്ലൂർ വരെ ഒന്ന് പോയിരുന്നു. അവിടെ നിന്ന് നേരിട്ടിട്ടുള്ള വരവാ. എന്താ വിശേഷിച്ച്? സണ്ണിയെ കാണാൻ ഞാൻ വീട്ടിൽ പോയിരുന്നു. കാണാൻ കഴിഞ്ഞില്ല. മിലിറ്ററി ജയിലില്ല. എന്ത്? മിലിറ്ററി ജയിലിലോ? അതെ. ഡെയ്സിയുടെയും കുഞ്ഞിന്റെയും മരണശേഷം അമിതമായ മദ്യപാനം തുടങ്ങി. മദ്യപിച്ച് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മാറി കുത്തിവെച്ചെന്നോ അടിയുണ്ടാക്കിയെന്നൊക്കെയാ കേൾവി. ഏതായാലും കോർട്ട് മാർഷൽ ചെയ്ത് 1 വർഷത്തെ തടവിന് ശിക്ഷിച്ചു. ജോലിയും പോയി. അവനിതെന്തു പറ്റി? ഡെയ്സിയുടെയും കുഞ്ഞിന്റെയും മരണം സണ്ണിക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഏതു നേരവും മദ്യപിച്ച് കുഞ്ഞിന്റെ പേരും പറഞ്ഞ് കരച്ചിലായിരുന്നു എന്നാ അമ്മച്ചി പറഞ്ഞത്. അവസാനം മാനസികാശുപത്രി തൊട്ട് ജയില് വരെ എത്തിയ കാര്യങ്ങൾ. നീ ഒന്ന് അവിടം വരെ പോയി. എങ്ങനെയാ ഈ അവസ്ഥയിൽ അവനെ ഞാൻ ജയിലിൽ പോയി കാണുന്നേ? സാബിനെ കാണണമെന്ന് പറഞ്ഞ ഒരാൾ ഗേറ്റിൽ വന്ന് ഭയങ്കര ബഹളം. നന്നായി മദ്യപിച്ചിട്ടുണ്ട്. ക്യാപ്റ്റനായിരുന്നു എന്നാ പറയുന്നത്. ക്യാപ്റ്റനോ? സിറ്റുവേഷൻ വയലന്റ് ആയി സാബ്. ഞാൻ വരുന്നു. സൂസന്ന, ഞാനെങ്കിൽ പോന്നു സൂസന്ന. എന്റെ എല്ലാം പോയി സൂസന്ന, എല്ലാം പോയി. ആകെ കാണാനും വരാനും എനിക്ക് നിങ്ങളല്ലേ ഉള്ളൂ. ഐ എം അലോൺ, ഓൾ അലോൺ. മോളെങ്കി വാ, അങ്കിള് ആനയുടെയും തയ്യക്കാരന്റെയും കഥ പറഞ്ഞു തരാം. അതായിരുന്നു എന്റെ മോൾക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്ന കഥ. ചെല്ല് മോളെ, സന്യങ്ങളല്ലേ, ചെല്ല്. അവളുടെ അതേ മണം, അതേ ചൂട്. സണ്ണി യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, ഒന്ന് ഫ്രഷ് ആകും. വരൂ, കമോൺ. സണ്ണി, ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യണം. ഒരു പുതിയ ജീവിതം. ഇനിയൊരു പുതിയ ജീവിതം എന്തിനു വേണ്ടി? ആർക്കു വേണ്ടി? സമയം ഒരുപാടായി. കഴിക്കാൻ എടുത്തു വെച്ചെല്ലാം തണുത്തു. ഇനിയെങ്കിലും കഴിക്കാമായിരുന്നു. ആഹാരമൊക്കെ കഴിക്കാം. സൂസന്ന ഇരിക്കേ. വേണ്ട, എഴുന്നേക്കൂ, കഴിക്കാം. സൂസന്ന ഇരിക്കണം. എനിക്ക് ഈ ലോകത്ത് മനസ്സ് തുറക്കാൻ നിങ്ങൾ 2 പേരല്ല, വേറെ ആരാ ഉള്ളേ? കേട്ടോ സൂസന്ന, രാജേട്ടൻ പറയുന്നു ഇനി ഒരു പുതിയ ജീവിതം തുടങ്ങണമെന്ന്. എന്റെ ഡെയ്സിയുടെയും മോളുടെയും സ്ഥാനത്ത്
സൂസനെ പോയിക്കോളൂ, ഞാൻ പോയിക്കോളാം. സണ്ണി, സണ്ണി, ദാ. സ്വന്തം എന്ന് പറയാൻ എനിക്കിനി ആരുണ്ട്? എന്റെ എന്ന് പറയാൻ എനിക്കിനി ആരുണ്ട്? ഐ എം ലോസ്റ്റ്. ആരുമില്ല, ഇനി ആരുമില്ല. യെസ്, കണക്ക് മീ. എന്താ സൂസന്? സണ്ണി 10 മണി കഴിഞ്ഞ് എഴുന്നേറ്റു. നേരെ വന്ന് ഫ്രിഡ്ജിൽ നിന്ന് ഒരു കുപ്പി വെള്ളം എടുത്ത് കുടിച്ചിട്ട് കട്ടൻ കാപ്പി വേണമെന്ന് പറഞ്ഞു. കട്ടൻ കാപ്പി കൊടുത്തപ്പോ അതിലോട്ട് റം എടുത്തൊഴിച്ച് കുടിച്ചിട്ട് രാവിലെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കൊച്ചിനെ മടിയിലെത്തി കളിപ്പിക്കല. എനിക്ക് ആകെ പേടി തോന്നുന്നു. ഇതെവിടെ പറ്റില്ല. സണ്ണി എവിടുന്ന് മാറ്റണം. ഏയ്, ഒന്നും പേടിക്കാനില്ല. അവൻ ഇങ്ങനെയൊക്കെ ആയിത്തീരാനുള്ള കാരണം നമ്മൾ മനസ്സിലാക്കണ്ടേ? ഞാൻ ഉടനെ വരാം. ഓക്കെ? ഉച്ചയായപ്പോഴേക്കും ബോധം കെട്ട് കാണും. ബെഡ് കോഫിയോടൊപ്പം തുടങ്ങിയതല്ലേ. തുടരെ തുടരെ വന്ന് ഫ്രിഡ്ജിൽ നിന്നും വെള്ളം എടുക്കുന്നുണ്ടായിരുന്നു. രാവിലെ മറ്റ് ആഹാരമൊന്നും കഴിച്ചില്ല. He has become an alcoholic. എന്തായാലും രാജേട്ടൻ സണ്ണി ഇവിടുന്ന് മാറ്റണം. ക്ലബിലെങ്ങനും താമസിക്കട്ടെ. എനിക്കിത് താങ്ങാനാവില്ല. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാനിതൊക്കെ വെച്ചു പൊറപ്പിക്കുമായിരുന്നു നീ കരുതുന്നുണ്ടോ? സണ്ണിയായി പോയില്ലേ? ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ബന്ധമാണോ? കടപ്പാടുകളുടെ കണക്കെടുത്താൽ നമുക്കും ഇല്ലേ ചിലതൊക്കെ? ഭാര്യയും കുഞ്ഞും മരിച്ച ആകെ തകർന്ന അവന് നമ്മളെയും നമ്മുടെ മകളെയും കാണുന്നതായിരിക്കും ആകെയുള്ളൊരാശ്വാസം. ഏതായാലും ഞാനിന്ന് കാര്യമായിട്ടൊന്ന് സംസാരിക്കുന്നുണ്ട്. അവനെ ഇങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. രണ്ടു ദിവസം എന്നെ സഹിച്ച സൂസന്നയോട് നന്ദി. ഇന്നലെ രാത്രി വേണ്ടാത്തത് എന്തൊക്കെയോ രാജേട്ടനോടും പറഞ്ഞു. ഐ എം റിയലി സോറി. 4-5 ദിവസം ഞാൻ കോവളത്തോ പൊന്മുടിയിലോ ഒക്കെ ഉണ്ടാവും. ഐ വോണ്ട് സം മോർ ടൈം ടു ഗെറ്റ് സെറ്റിൽഡ്. ആവശ്യമുള്ള അത്രത്തോളം സമയമെടുത്തോളൂ. പക്ഷെ എല്ലാം സെറ്റിൽഡ് ആയിട്ട് പ്രാക്ടീസ് തുടങ്ങണം. അതോടെ എല്ലാം ശരിയാവും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ എവറിഥിങ്. राम साहब को बस स्टैंड तक छोड़ के आना. जी सर. വരട്ടെ. യാഥാർത്ഥ്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. കുറെ ചുറ്റിയടിച്ച് കഴിയുമ്പോ ഒക്കെ ശരിയാവും.